ഇനി ലാസ്റ്റ് 2 മിനിറ്റ്സിൽ നമ്മൾ വീണ്ടും സ്ട്രെച്ചസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ സ്ട്രെച്ചാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ പോലെ ഒരു മുട്ടുംകാലിനെ തൊടിച്ചുകൊണ്ട് നമ്മൾ ഷോൾഡർ ലെങ്ത്തിൽ നമ്മുടെ മുട്ട് വെക്കണം. അത് കഴിഞ്ഞ് ഒരു കൈ അളവ്, അത് കഴിഞ്ഞിട്ട് ഒരു കൈപ്പാത അളവ്, ആ അളവിൽ നമ്മൾ എണീറ്റ് വെക്കണം. അപ്പോൾ കറക്റ്റ് പൊസിഷൻ ആവും. നമ്മുടെ ഷോൾഡർ ലെങ്ത്തിൽ നമ്മൾ കൈ കുത്തണ പോലെ ആവും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യണ്, മേലേക്ക് കൈ പോയിന്റ് ചെയ്യണ്, താഴോട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്യണം. ഇതൊരു നീഡ്ലിങ്, നമ്മൾ നൂല് സൂചി ഉള്ളിൽ കയറ്റുന്ന സ്റ്റൈൽ. 1 2 ഇത് 10 ടൈംസ് ചെയ്യാം കേട്ടോ. Eight, 9, 10. അത് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് 2 seconds. അത് കഴിഞ്ഞ് അടുത്ത കൈ ഇതേപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഡൺ. ഇനി എന്താ ചെയ്യണം? നേരത്തെ പോലെ നമ്മുടെ കാറ്റ് കവ് ഒരു 2 റൗണ്ട് ചെയ്യണം. ഓക്കെ, ഇനി ഫൈനലി നമ്മൾ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ പത്മാസനത്തിലിരിക്കുക. ഇങ്ങനെ ഇരിക്കാൻ പറ്റണമെങ്കിൽ ഇരുന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കാലിടയ്ക്കും വെക്കാം. ഞാൻ സാധാരണ വെക്കൽ ഈ ഒരു കാല് ബാക്കിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കും, എന്നിട്ട് ഈ കാല് മറ്റേ കാലിൻ്റെ ഇടയിലേക്കായിട്ട് വിരലുകൾ ഇത് ഈ കാലിൻ്റെ ഇടയിലേക്കായിട്ട് വെക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഭാഗം മാക്സിമം സ്ട്രെച്ച്ഡ് ആവും. എന്നിട്ട് കൈയിനെ സ്ട്രൈറ്റ് ആക്കി വെക്കുന്നു, എന്നിട്ട് ബ്രീത്ത് ചെയ്യുന്നു. 10 breaths, deep ones. ഡൺ. ഇത് നമുക്ക് 5 days റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീക്കെൻഡിൽ സാറ്റർഡേ ആകുമ്പോൾ നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ 5 day റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, എവിടെ നിർത്തി 2 ജമ്പിലല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജമ്പിങ്
2 റൗണ്ട് കഴിഞ്ഞു അല്ലേ? ആക്ച്വലി 3 റൗണ്ട് ചെയ്യണം. കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് ആയ കാരണം നമുക്ക് 2 റൗണ്ടിൽ നിർത്താം. കാല് വേനിക്കുണ്ടാവും. അടുത്ത് നമ്മൾ ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർച്ച് സ്റ്റൈലിൽ നമ്മൾ കൈ മൂവ് ചെയ്യും, കാലിങ്ങനെ സ്റ്റാൻഡ് ടീച്ച് അറ്റൻഷൻ ആ ഒരു മോഡിൽ. ഓക്കെ, റെഡി? 1 2 3 30 times. 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇത് ചെയ്യുമ്പോൾ വിരലാണ് നമ്മൾ കുത്തുന്നത് കേട്ടോ. വിരൽ മേൽക്കാണ് പോണത്. മാക്സിമം പവർ കിട്ടുന്നത് ഈ മസിൽസിനാണ്. അപ്പൊ നാളെ മിക്കതും ആ കാലിന്റെ ഭാഗത്ത് വേദന ഉണ്ടാവും. എന്നിട്ടൊരു 15 seconds ബ്രേക്ക് എടുക്കണം. ഓക്കെ, 50 seconds ആയി ഉണ്ടാവും. നെക്സ്റ്റ് അഗെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. Done. റെസ്റ്റ് എടുത്തോ. 30 seconds റെസ്റ്റ് കഴിഞ്ഞ് ഇനി ആകെ 4 മിനിറ്റ് കൂടി ഉള്ളൂ. അടുത്ത് നമ്മൾ ട്വിസ്റ്റർ ജമ്പാണ്. ഒന്നുമില്ല, നമ്മൾ പണ്ട് സുകുമാരി ചാടിയിരുന്നില്ലേ അതുപോലെ മൂവിയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ചാടും. 30 seconds അതും ചെയ്യാം. 20 seconds ചെയ്താൽ മതി. Okay, 4 more seconds. Done. എന്നിട്ടൊരു 20 seconds ബ്രേക്ക് എടുക്കുന്നത്. One more round. Ready? Done. അപ്പോൾ നമ്മൾ ട്വിസ്റ്റ് ഓൺ ചെയ്തു. ഇനി 1 minute ബ്രേക്ക് എടുക്കാം. ഓക്കെ, കുറച്ച് വെള്ളം കുടിച്ചോ. വെള്ളം കുറേ കുടിക്കാതിരിക്കുക. ചെറിയ സിപ്പായിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. വല്ലാണ്ട് ഇതായിരിക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് വല്ലാണ്ട് ഡ്രൈ ആകുമ്പോൾ. ഓക്കെ, ഇനി ആ 2 minutes കൂടെ ഉള്ളൂ. ഈ 2 minutes